ഹലോ ഗൈസ്, എന്നോട് കുറേ പേര് ചോദിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവോ എന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകാറുള്ളത് ലൈറ്റ് ചൂടുവെള്ളത്തിലാണ്. രാത്രി ഞാൻ അധികവും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന്റെ ഗുളിക മുഖത്ത് പുരട്ടിയിട്ടാണ് കിടക്കാറുള്ളത്. കാണുന്നില്ലേ മുഖത്തെ കുരുക്കൾ വന്നിട്ട് അത് പോകാതിരിക്കുന്നത്? അതിന് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാം. ഒരു മുട്ട ലൈറ്റ് ചൂടുവെള്ളത്തിലിട്ടത് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ജിമ്മിലേക്ക് പോകാറുള്ളത്. അതിൻ്റെ കൂടെ ജീരക വെള്ളവും കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകാം. പോയി വന്നിട്ട് കാണാം കേട്ടോ ഇനി. അപ്പോൾ 8 മണി മുതൽ 9 മണി വരെയാണ് ജിമ്മുള്ളത്. വീട്ടിലെത്തിയാൽ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. രാവിലെ വീട്ടിൽ എല്ലായ്പ്പോഴും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വീട്ടിൽ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവുമായിരിക്കും. ആ പതിവ് ഇന്നും തെറ്റിച്ചില്ല. ഗോതമ്പ് പുട്ടും പഴവും. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് രണ്ടും. അമ്മ ടൈലർ ആയതുകൊണ്ട് തന്നെ വിഷുവിന് നല്ല തിരക്കാണ്. അതുകൊണ്ട് പിന്നെ എന്തും അഡ്ജസ്റ്റ് ചെയ്തല്ലേ മതിയാകൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി പാത്രം കഴുകി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മക്ക് തിരക്കായതുകൊണ്ട് കുറച്ചധികം പാത്രങ്ങൾ തന്നെ എനിക്ക് കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. വിഷു ആയതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാന്ന് കരുതി. 5-6 ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. 2 ബെഡ്റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ അലക്കാനായി കൊണ്ടുപോന്നു. അമ്മയ്ക്ക് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ക്ലീനിങ് ഡ്യൂട്ടി എനിക്കായിരുന്നു. എല്ലാം കൂടി ചേർന്ന് ഒരു 5-6 ബെഡ്ഷീറ്റുകളുണ്ട്. ഇനി ഇതെല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വേണം അലക്കാൻ. വാഷിംഗ് മെഷീനിൽ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ജോലിയിലേക്ക്, ക്ലീനിങ് ഡ്യൂട്ടിയിലേക്ക് കടക്കാം. ജീൻസ് പാൻറ് ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിൻ്റെ മുന്നേ ഒന്ന് പുതിർത്ത് വെക്കാറുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ വാഷിംഗ് മെഷീനിലേക്ക് സ്വതവേ ഇടാറ്. അപ്പോൾ കുറച്ച് ചേറങ്ങ് പോകുമല്ലോ. വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം വൃത്തി ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഇന്നലെ ആറിയിട്ട ഡ്രസ്സൊക്കെ ഇനി എടുത്തു വെക്കാം. അലക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ കുറേ ബെഡ്ഷീറ്റൊക്കെ. ഇനി അതൊക്കെ ആറിയിടാൻ സ്പേസ് കണ്ടെത്തണ്ടേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ഇനി മടക്കി വെക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പം തന്നെ തല കറങ്ങുന്നുണ്ട് ദൈവമേ. നമുക്ക് അടുത്ത ക്ലീനിങ് ഡ്യൂട്ടിയായ അടിച്ചു വാരലിലേക്ക് കടക്കാം. വീട്ടിന്റെ മുകളിൽ പലപ്പോഴുമാണ് അടിച്ചു വാരാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിയുണ്ട്. ജനാലകളൊക്കെ ആകെ വണ്ണാമ്പില കെട്ടിയിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ചൂലുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ജനാലകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അടിച്ചു വാരാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ലതുപോലെ പൊടിയുണ്ട്, നല്ലതുപോലെ വണ്ണാമ്പില കെട്ടിയിട്ടും ഉണ്ടായിരുന്നു. ഒരു റൂം മാത്രം അടിച്ചു വാരിയപ്പോൾ കിട്ടിയ വേസ്റ്റാണിത്. പുറത്ത് ഉണക്കാനിട്ട് അടക്കിയൊക്കെ ഇപ്പോൾ റൂമിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് വേണം അടിച്ചു വാരാൻ. റൂമിൽ ആൾതാമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിറയെ വേസ്റ്റ് കൊണ്ടുള്ള കൂമ്പാരം തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് വേണം അടിച്ചു വാരി തുടങ്ങാൻ. എന്നാലല്ലേ ഒരു ക്ലീൻ ആവും. ഇല്ലെങ്കിൽ അത് വൃത്തിയിട്ടില്ലല്ലോ. അപ്പോൾ 2 റൂമിലെയും ജനാലയൊക്കെ ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം അടിച്ചു വരാൻ തുടങ്ങി. നല്ല പൊടിയായത് കൊണ്ട് തന്നെ ഞാൻ മാസ്ക് പോലും ഇട്ടിട്ടില്ലായിരുന്നു. നല്ല തുമ്മലും വന്നു. 2 റൂമിലെയും കൂടിയുള്ള വേസ്റ്റാണിത്. ഇതാ പറയുന്നത്, വല്ലപ്പോഴും ഒക്കെ അടിച്ചു വാരണം, ഇല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും പിന്നെ. അതിനിടയിൽ അച്ഛൻ വിഷ്കോടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാമ്പാറിന് മുറിച്ചിട്ട കഷ്ണങ്ങളാണ് ഇതൊക്കെ. മത്തൻ കുമ്പളം, ക്യാരറ്റ്, വെണ്ടയ്ക്ക, പച്ചക്കായി. അതിനെങ്കിൽ എന്തിനാണെന്നറിയില്ല അമ്മ ഇങ്ങനെ മുറിച്ചിട്ടത്. എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാനായിരിക്കാം അല്ലേ. ക്ലീനിങ്ങിനിടയിൽ അച്ഛൻ വന്നപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഞാൻ താഴേക്ക് പോയതാണ്. അപ്പോൾ ഒന്ന് ചുമ്മാ കിച്ചണിലേക്ക് കയറി നോക്കിയതാണ്. ക്ലീനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു. സാമ്പാർ ഉണ്ടാക്കേണ്ട കഷ്ണങ്ങളായ ചേനയും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിന് ആവശ്യമുള്ള കുറച്ച് വെണ്ടയ്ക്കയും എടുത്തു. നമുക്ക് വീണ്ടും തിരിച്ച് ക്ലീനിങ് ഡ്യൂട്ടിയിലേക്ക് തന്നെ കടക്കാം. സ്റ്റെപ്പൊക്കെ ഇനി മേലെ നിന്ന് താഴോട്ടേക്ക് അടിച്ചു വരണം. സ്റ്റെപ്പൊക്കെ കുറേയായി അടിച്ചു വരാത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ വേസ്റ്റ് ഉണ്ടായിരുന്നു. മുകളിലത്തെ ക്ലീനിങ് ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞതോടുകൂടി കുറച്ച് വെള്ളം കുടിക്കാം. നല്ല ചൂടല്ലേ. ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ കിച്ചണിലേക്ക് സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ച് ഇളവൻ കുമ്പളമാണിത്. അപ്പോൾ നേരത്തെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട ബെഡ്ഷീറ്റൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് കൊണ്ടുപോയി ആറിയിടാം. മുകളിലെ ബെഡ്റൂമിലാണ് ഞങ്ങൾ ആറിയിടാറുള്ളത്. 5-6 ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ആറിയിടാൻ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ആറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചൺ വർക്ക് തന്നെ നോക്കാം. കൂട്ടുകറി ഉണ്ടാക്കാനായി തേങ്ങ വറുക്കുന്നതാണിത്. കരിഞ്ഞു പോയാൽ പണി കിട്ടുന്നത് കൊണ്ട് തന്നെ റെസ്റ്റ് ഇല്ലാതെ വറുത്തു. കേബേജ് വറവാക്കാനുള്ള കട്ടിംഗ് ആണ്. വിഷുവൊക്കെ ആയതുകൊണ്ട് ഇന്ന് സ്രാവായിരുന്നു വാങ്ങിച്ചത്. ഇനി നമുക്കത് പൊരിക്കാം. വല്ലപ്പോഴും വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇത്ര നീള മീനാണെന്ന് അറിയില്ലായിരുന്നു. സ്രാവിന്റെ തലയുടെ ഭാഗം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് എടുക്കാൻ വേണ്ടി. തേങ്ങ വറുത്ത കൂട്ടുകറിയും ഇളവൻ കുമ്പളം കട്ട് ചെയ്ത പച്ചടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേബേജ് വറവാക്കാം. കട്ട് ചെയ്ത കേബേജ് ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഏകദേശം റെഡിയായത് കൊണ്ട് തന്നെ അച്ഛൻ പോയിട്ട് ഇല കട്ട് ചെയ്തു. നമുക്ക് ഭക്ഷണം കഴിക്കുകയേ വേണ്ടു. എല്ലാം സെറ്റാണ്. കൂട്ടുകറി, സ്രാവ് പൊരിച്ചത്, കേബേജ് വറവ്, രസം, സാമ്പാർ, പിന്നെ മമ്പയറും മത്തൻ കുമ്പളവും കൂടി വെച്ചത്. ഇതൊക്കെയായിരുന്നു എൻ്റെ വീട്ടിലെ ഇന്നത്തെ വിഷുസദ്യ വിഭവങ്ങൾ. കൂടാതെ നല്ല അടിപൊളിയായിട്ടുള്ള രസവും ഉണ്ടായിരുന്നു. സാമ്പാറും രസവും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ.
ഇത്രയും വിഭവങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉള്ള സ്വാദ് എന്താ അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വിഷു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ 4 മണി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ മുറ്റമടിക്കാൻ പോയി. മുറ്റമടിക്കലും വിളക്ക് തേച്ച് കഴുകലും ഒക്കെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.